അംബിക സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ 1 മീറ്ററിലാണ് അത്യാവശ്യം നമുക്ക് ലെങ്ത്തും ഇവിടുത്തൊക്കെ വേണമെങ്കിൽ 1 മീറ്റർ മെറ്റീരിയൽ വേണം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ 4 ആക്കിയല്ല മടക്കിയിടണ്ടേ, 2 ആക്കി മടക്കിയിടണം. ഇതുപോലെ നമ്മളുടെ ഇത് മെറ്റീരിയലാണ്. ഇതിനെ നമ്മൾ 2 ആക്കി മടക്കിയിടാം. നമ്മളിവിടെ ഇങ്ങനെ 2 ആക്കി മടക്കിയിടുക. ആദ്യം തന്നെ നമ്മൾ ബാക്ക് കട്ട് ചെയ്യണം. ബാക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വേസ്റ്റ് ഭാഗം ഇവിടെയും ഷോൾഡർ ഇവിടെ വരാവുന്ന രീതിയിൽ ചെയ്യണം. എൻ്റെ ഇത് ബാക്ക് ലെങ്ത്ത് 15 ഇഞ്ചാണ്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം 16 ഇഞ്ച്, 6.5 ഇഞ്ച് ഷോൾഡർ 6.5. താഴേക്കും അതുപോലെ തന്നെ റിഗാളും നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഇങ്ങനെ ഷോൾഡർ യോജിപ്പിക്കുക, ഈ പോയിൻറ്റിനെ യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഇവിടെ ഒരു ചെസ്റ്റ് ലൈൻ, ഒരു റഫായിട്ടൊരു ലൈൻ കൊടുക്കുക. അത് ചെസ്റ്റ് ലൈനാണ് ഇവിടെ ഇങ്ങനെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചെസ്റ്റ് റൗണ്ട് ബൈ 4 പ്ലസ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുക്കണം. ചെസ്റ്റ് റൗണ്ട് 41 അപ്പോൾ 10.4 പ്ലസ് 1.5 തയ്യൽ തുമ്പ്. ഇനി വേസ്റ്റ് റൗണ്ട് 33 33 ആവുമ്പോൾ 8.4 പ്ലസ് 1.5 9.4. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ 2 പോയിന്റിനെ യോജിപ്പിക്കുക. ഇനി നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുക. നെക്ക് വിടുത്ത് ഞാൻ 3.5 എടുത്തേക്കണത്, 3.5 ഈ ഭാഗത്തുനിന്ന് കേട്ടോ, ഫോൾഡിങ് ഭാഗത്തുനിന്ന്. ഇനി നെക്ക് ലെങ്ത്ത് 10 ഇഞ്ച്, 3.5 ബാക്ക് നെക്ക് വീണ്ടും ഇവിടെ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് ഇതിനെ ഒരു സ്ക്വയർ ബോക്സ് ആക്കിയിട്ട് തിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇവിടെ ഒന്നൊരു റൗണ്ട് ഷേപ്പ്, നെക്കിനൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. അതിനുശേഷം ഇനി ഇവിടെ ഷോൾഡറിൽ 1/2 ഇഞ്ച് ഷോൾഡർ ചെരിവ് എടുക്കുക. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ഷോൾഡർ ചെരിവ് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് റിഗാള് ഇവിടെ ഈ ബാക്ക് ഭാഗമാണത്. ഇപ്പോൾ ബാക്ക് മാത്രം വരച്ചാൽ മതി. റിഗാളിൻ്റെ അവിടെ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഇതിന് 4 ഭാഗമാക്കുക. 6, 3, 1.5. ഇനി ഫസ്റ്റ് പകുതിയിൽ നിന്ന് 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കൈക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മളൊന്നൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ എപ്പോഴും ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ റിഗാൾ റൗണ്ട് 17.5 ഈ ഷോൾഡർ ചെരിവ് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ചിൽ നിന്ന് വെച്ച് നോക്കണം. ഇവിടെ ബാക്ക് ഒന്ന് റഫായിട്ട് അളന്ന് നോക്കുക. 17.5 ആകുമ്പോൾ അതിൻ്റെ പകുതി 8.4 പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ നമ്മൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ചിലേക്ക് വേണം ഇവിടെ ഷേപ്പ് ഒന്ന് അളന്ന് നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ 8.4 അത് മതി. 8.4 വരാൻ പാടില്ല. റിഗാൾ റൗണ്ടിൻ്റെ പകുതി 17.5 റിഗാൾ റൗണ്ട്, അതിൻ്റെ പകുതി 8.4. 8.4ൻ്റെ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരാൻ പാടുള്ളൂ. ഇവിടെ ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 8.4 കണ്ടോ, ഇവിടെ 8.4 അത് മതി. അപ്പോൾ നമുക്ക് കറക്റ്റാണ് നമ്മുടെ റിഗാൾ റൗണ്ടൊക്കെ. നമ്മുടെ ബാക്ക് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം, ഇപ്പോൾ ബാക്കിനെ കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഇങ്ങോട്ട് മറിച്ചിടുക. കണ്ടോ, ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട് നേരെ നമ്മളുടെ മെറ്റീരിയൽ ഇങ്ങോട്ട് മറിച്ചിടുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ബാക്കിലെ പീസ് വെച്ചിട്ട് നമുക്കൊരു റഫായിട്ടൊരു അളവ് എടുക്കണം. ഇനി നമുക്കൊരു ഔട്ട്ലൈനായിട്ട് എടുക്കണം. നമുക്ക് ഷോൾഡർ ഇതിങ്ങനെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെച്ച് നോക്കാം. നമുക്ക് ഈ അളവിൽ നിന്നും നമ്മുടെ ഈ അളവിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് താഴേക്ക് വേണം വരാനായിട്ട്. അതുപോലെ ഈ ഭാഗം വെച്ചു, നമ്മൾ ഈ ഭാഗം ഇവിടെ വെച്ചു, റിഗാളിൻ്റെ ഭാഗം വെച്ചു. ഇവിടെ നമ്മൾ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടു. ഇനി എന്ത് ചെയ്യണം,
ഇനി നമുക്ക് ഈ ഭാഗത്തൊരു വര ഇതുപോലെ റഫായിട്ടൊരു വര വരച്ച് കൊടുക്കാം. റഫിട്ട് ഇവിടെ നിന്ന് വേണം നമുക്കിനി ഫ്രണ്ട് ഭാഗം വരയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഷോൾഡർ ഇവിടെ വരണം. ഷോൾഡർ 6.5 നേരെ താഴേക്ക് ഇതുപോലെ തന്നെ 6.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനെ ആ പോയിന്റിനെ യോജിപ്പിക്കാം. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ റഫായിട്ടൊരു ചെസ്റ്റ് ലൈൻ ഇവിടെ കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ നെക്ക് വിടുത്ത് ഇവിടെ മാർക്ക് ചെയ്തു 3 ഇഞ്ച്. ഇനി ഈ ലൈനിൽ വേസ്റ്റ് റൗണ്ട് ബൈ 4 പ്ലസ് 1.5 പ്ലസ് 1/4 ഇഞ്ച് അത്രയും ചേർക്കണം നമുക്ക്. അതായത് 1/4 ഇഞ്ച് പടിക്കും കൂടെ ഫ്രണ്ട് ഭാഗത്ത് എക്സ്ട്രാ ചേർക്കണം. ഇതുപോലെ അപ്പം നമുക്ക് ഇവിടെ വരുമ്പോൾ എത്ര ചെസ്റ്റ് റൗണ്ട് 41 41ൻ്റെ 4 ഭാഗമാകുമ്പോൾ നമുക്ക് 10.25 പ്ലസ് 1.5 തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് നമുക്ക് ഇവിടെ പടി വെക്കണതിന് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് കൂടെ എക്സ്ട്രാ കൂട്ടണം. ഇനി എന്ത് വേണം? ഫ്രണ്ട് ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് ലെങ്ത്ത് 13.5 അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടാം 14.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇനി ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ഇവിടെ ഷേപ്പ് വരയ്ക്കണം. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. അതിന് ശേഷം ഷോൾഡർ ചെരിവ് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതിനെ ഇതുപോലെ 4 ഭാഗമാക്കുക. ഈ ലൈന് 4 ഭാഗമാക്കുക. 3 1.5 ഫ്രണ്ട് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് വേണം 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഷേപ്പ് വരയ്ക്കാം. ഫ്രണ്ട് ലെങ്ത്ത് നെക്ക് ലെങ്ത്ത് 6.5 3 ഇഞ്ച് നെക്ക് വിടുത്ത് നമ്മളിതുപോലെ സ്ക്വയർ ബോക്സ് വരയ്ക്കുക. റൗണ്ട് നെക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ട് ഇത് ഫ്രണ്ട് ഭാഗം ഇവിടെയാണ്. ഇതിൻ്റെ വേസ്റ്റ് ഭാഗമാണ് ഇവിടെ. ഇവിടെ ഷോൾഡർ നെക്ക് വികാള്. ഇനി വേസ്റ്റ് റൗണ്ട് ബൈ 4 8.25 2 സൈഡ് ടക്ക് വിടുത്ത് 4 ഇഞ്ച് 2 മെയിൻ ടക്ക് വിടുത്ത്. അപ്പോൾ 2 + 2 4 ഇഞ്ച്. പിന്നെ 1.5 ഇഞ്ച്. ഇത് പല ബോഡിയുടെ ഷേപ്പ് അനുസരിച്ച് ഈ അളവ് മാറ്റം വരും. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ ചെസ്റ്റ് റൗണ്ട് ബൈ 4 + 1.5 + 1/4 ഇഞ്ച്. അതിലേക്ക് നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇവിടെ ഓപ്പൺ ഭാഗം വരണം കേട്ടോ. നെക്ക് കട്ട് ചെയ്തു. ഷോൾഡർ ഇപ്പം നമ്മളുടെ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് നമുക്ക് ഇവിടെ നിന്നാണ് ഈ ഭാഗമാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യരുത്. നേരെ ഇങ്ങനെ മടക്കുക. അപ്പോൾ നമുക്കിനി സ്ലീവ് ഭാഗം കിട്ടി.